തർക്കം വേണ്ട. സംശയങ്ങൾക്ക് ഉത്തരമായി. കളക്ഷനിൽ മുന്നിൽ ജയിലറോ ലിയോയോ? കണക്കുകൾ പറയും മറുപടി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഒന്ന് കമൻറ്റും ചെയ്യുക. രജനീകാന്തിൻ്റെയും വിജയിയുടെയും ആരാധകരുടെ തർക്കങ്ങൾക്ക് ഉത്തരവുമായി വിശദമായ കണക്കുകൾ പുറത്ത്. അടുത്ത കാലത്തായി തമിഴ് പ്രമുഖ ചലച്ചിത്ര താരങ്ങളായ രജനീകാന്തിൻ്റെയും വിജയിയുടെയും ആരാധകർ ഏറ്റുമുട്ടിയിരുന്നു. ജയിലറും ലിയോയും 2023 റിലീസായപ്പോൾ കളക്ഷനിൽ വലിയ കുതിപ്പ് രേഖപ്പെടുത്തിയതു ചർച്ചയായിരുന്നു. ആരാണ് മുന്നിൽ എന്നായിരുന്നു തർക്കം. അതിന് ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് കണക്കുകളുമായി സിനിമ ട്രേഡ് അനലിസ്റ്റുകൾ. ബോക്സ് ഓഫീസ് സൗത്ത് ഇന്ത്യയാണ് കളക്ഷൻ കണക്കുകൾ പുറത്തുവിട്ടത്. തമിഴ്നാട്ടിൽ വിജയിയുടെ ലിയോ 230 കോടിയിലധികം ആകെ നേടിയപ്പോൾ 190 കോടിയിലധികമായിരുന്നു രജനീകാന്തിൻ്റെ ജയിലറിന്. ആന്ധ്ര സംസ്ഥാനങ്ങളിൽ ലിയോ 48 കോടി നേടിയപ്പോൾ ജയിലറിന് ആകെ 84 കോടിയിൽ അധികമുണ്ടായിരുന്നു. കേരളത്തിൽ വിജയിയുടെ ലിയോ 60 കോടിയിൽ അധികം നേടിയപ്പോൾ ആകെ 57 കോടിയിലധികമായിരുന്നു ജയിലറിന്. കർണാടകയിൽ ലിയോ ഏകദേശം 42 കോടിയിലധികം നേടിയപ്പോൾ ആകെ 63 കോടി ജയിലറിനും കിട്ടി. ഇന്ത്യയുടെ മറ്റിടങ്ങളിലായി ലിയോയ്ക്ക് 41 കോടിയിലധികവും ജയിലറിന് ആകെ 14 കോടി 50 ലക്ഷവും ലഭിച്ചു. വിദേശത്ത് വിജയിയുടെ ലിയോ 199 കോടി നേടിയപ്പോൾ ജയിലറിന് ആകെ 196 കോടി രൂപയായിരുന്നു. ആഗോളതലത്തിൽ വിജയിയുടെ ലിയോയ്ക്ക് 621 കോടി രൂപയും ജയിലറിന് ആകെ 606 കോടി രൂപയും ആണ്. ജയിലറിനേക്കാളും വിജയിയുടെ ലിയോയ്ക്ക് ആഗോള കളക്ഷൻ കൂടുതലാണെന്ന് സാരം. വിജയിയെ നായകനാക്കി ലിയോ സിനിമ സംവിധാനം ചെയ്തത് ലോകേഷ് കനകരാജാണ്. തൃഷയാണ് നായികയായി എത്തിയത്. വിജയിയുടെ നായികയായി 14 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു തൃഷ എത്തിയത്. ലിയോ വിജയിയുടെ എക്കാലത്തെയും വിജയ ചിത്രമായി മാറി. നെൽസനാണ് രജനീകാന്തിനെ നായകനാക്കി ജയിലർ സംവിധാനം ചെയ്തത്. വിരമിച്ച ജയിലറുടെ വേഷമായിരുന്നു രജനീകാന്തിന്. ഛായാഗ്രഹണം വിജയ് കാർത്തിക് കണ്ണനായിരുന്നു. സംഗീതം അനിരുദ്ധ് രവിചന്ദ്രനായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക.